എന്തിട്ട് മക്കളെ പരിപാടി? സെറ്റല്ല കാര്യങ്ങളൊക്കെ? ഞാനും സെറ്റായിട്ടാ. കണ്ടില്ല, നല്ല ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ അപ്പുറത്താണ്. അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ടെൻറ്റിൻ്റെ ഉള്ളിൽ ഗംഭീരതാണ്. ഓർന്ന് 7 മണി വരെ ഗംഭീരതാണ്. ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഗംഭീര വെയിൽ. അപ്പോഴാണ് ഞാൻ അറിയണം എത്ര വെയിലുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ വേഗം മടക്കി വെച്ചു. 8 മണി ആവറായി. ഇപ്പോൾ എത്രയെന്ന് അറിയോ? സമയം 7:38. നേരത്തെ അവിടെ നടന്നൊരു ചെക്കനാ. അങ്ങനെ ഇവിടുത്തെ വ്യൂ കണ്ടില്ലേ? നല്ല ടെൻ്റ് അടിച്ചെടുത്തു. ഇപ്പോൾ വെയിലടിക്കുന്ന ചിലപ്പോൾ കറക്റ്റ് കാണില്ല. നല്ല രസമാണ്. അവിടെ സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം. അവിടെ വെള്ളച്ചാട്ടം, അപ്പുറത്ത് എന്തൊരു ഡാം പോലെ സംഭവമുണ്ട്. മലയുടെ ഇടയിൽ ഇങ്ങനെ വീട്ടുകൾ, അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു. പുറത്തൊരു വെള്ളച്ചാട്ടം. ഇനി നമുക്ക് പോകേണ്ടത് ഈ ഒരു കയറ്റം കയറി പോകണം ആദ്യം. പിന്നെ അവിടെ നിന്ന് നേരെ മോളിക്കുക. കണ്ടോ കുത്തനുള്ള കയറ്റം കണ്ടോ? അത് മൊത്തം കയറി പോകണം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. രാവിലെ തന്നെ കിട്ടി പണി. അപ്പോൾ സെറ്റാണ്. ഇങ്ങനെ നല്ല വ്യൂ ഒക്കെ ഉള്ള കാരണം നമുക്ക് മടുപ്പ് തോന്നുന്നില്ല. ക്ഷീണം വരും, അല്ലാണ്ട് നമുക്ക് കയറാനുള്ള മടുപ്പില്ലേ? മതിയാക്കി നിർത്താന്നുള്ള അത് വരുന്നില്ലേ? എങ്ങനെയും കയറിയാൽ മതി എന്നുള്ള ചിന്ത കയറുള്ളൂ. അങ്ങനെ അപ്പം ഞാൻ സൈക്കിളിൽ നിന്ന് എൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് മുകളിലേക്ക് കയറ്റണം. അതൊക്കെ കയറ്റട്ടെ കേട്ടാ. നമ്മൾ ഇന്നലെ നിന്നത് ആ ഹോട്ടലിൻ്റെ കാണാൻ അടിയിലാണ് കേട്ടോ. അവിടുന്ന് കണ്ടില്ലേ വ്യൂ? ഇവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാൽ 2 ടണലാണ്. ഇത് അങ്ങോട്ട് പോകാനുള്ളത്, അപ്പുറത്തേക്ക് കയറാനുള്ളത്. ഇതിനുള്ളിൽ കൂടെ കടന്നിട്ട് ഏറ്റവും മുകളിലേക്ക് പോകണം. അപ്പോൾ പോകാൻ നോക്കട്ടെ കേട്ടാ. നോക്കിയേ, സെറ്റ് പൊളിച്ചിട്ടുണ്ടല്ലേ? നല്ല സൈറ്റ് ആണല്ലേ? കാണാല് ഗംഭീര ഇറക്കാട്ടാ. വീണ്ടും സ്പീഡാ സൈക്കിള്. ഗംഭീര ഇറക്കാട്ടത്. നല്ല വഴിക്കണ പോലത്തെ റോഡത്. റോഡ് കണ്ടാ? ടണൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും കിട്ടണം വ്യൂ കണ്ട ജാതി രസമല്ലേ? ഇതിപ്പോൾ ഞാൻ ഇറക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വഴി അത് മോളിക്കാന്ന് പറഞ്ഞിട്ട് അത് വേറെ വഴിയാകൊണ്ട് കേട്ടാ. അങ്ങനെ അത് രക്ഷപ്പെടലൊന്നും ഇല്ല. ഇനി ഇവിടെ വലിയ കയറ്റങ്ങളാ കൂടുതൽ. റോഡാ വേറെ ഏതോ വഴിയാണല്ലോ. അപ്പം നമ്മളിങ്ങനെ സ്ഥലമൊന്നും കാണാനില്ലല്ലോ. മനസ്സിലാവുന്നില്ല. എന്തിട്ടാ വ്യൂ നോക്കിയേ? രക്ഷയില്ലാട്ട കാണാൻ. ഈ ബനിഹാല് വരെ ഗംഭീര കയറ്റാന്ന് പറഞ്ഞു കേട്ടെ. ബനിഹാലിക്ക് 38 കിലോമീറ്റർ ഉണ്ട് അല്ലേ? ഈ ബനിഹാല് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വിരിഞ്ഞ് കിടക്കുന്ന റോഡോളാന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കയറ്റങ്ങളെന്ന് പറഞ്ഞാൽ. നോക്കിയ സ്ഥലങ്ങള് എന്തൊക്കെ രസമല്ലേ? പൊള്ളി തന്നെ പൊള്ളി. ഓരോ തിരിവൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആകാംക്ഷയാണ് അടുത്തത് എന്താന്നുള്ളത്. ഇന്നലെ രാത്രി ജാതി കളർ ആടുന്നുണ്ട് ഈ മുകളിലത്തെ വീടുകളിലൊക്കെ ലൈറ്റ് എത്തുക. പക്ഷേ നമ്മുടെ ക്യാമറയിൽ ഇതിലൊന്നും എടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാം? നേരിട്ട് കാണുമ്പോൾ ജാതി ഫീൽ. അവിടെ നിന്ന് സൂര്യപ്രകാശം അങ്ങനെ ലൈൻ പോലെ അടിക്കുന്നുണ്ടാവും. അങ്ങനെ മക്കളെ അവിടെ നിന്നുള്ളത് കയറ്റാടുന്നില്ല, ഇറക്കാടുന്നു. സുഖമായിട്ട്. പിന്നെ വേറൊരു സംഭവം ഉണ്ട്. ഇത്ര ദൂരെ ഞാൻ വന്നില്ല. വന്നിട്ടില്ല അതിന് ഫലം കാണണം. നോക്കി മഞ്ഞുമലകൾ മൊത്തം കണ്ടക്കടിക്കണ്. അത് കണ്ടപ്പോൾ എൻ്റെ രാവിലെ ഒരു സമാധാനമായി. എന്തിട്ട് സാധനം നോക്കിയേ? രക്ഷയില്ല അല്ലേ? അത്രയും ദൂരത്തേക്ക് പോകണം. ഞാൻ അതിൻ്റെ അടുത്തേക്ക് എത്തണമെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലായ സമാധാനമായി. അപ്പം ഇനി അങ്ങോട്ടുള്ള യാത്ര മനസ്സിലായ മോളിലേക്ക് എത്തണം. ഓക്കെ പോട്ടെ. ഇപ്പോൾ കുറച്ച് നേരം വന്ന വഴിയില്ലേ ഭയങ്കര സീന് വഴിയായിരുന്നു. സൈഡൊക്കെ പൊളിഞ്ഞിട്ട് ഇത് പുതിയ പല കൊണ്ടിട്ട് കണ്ടിട്ട് നോക്കി വീടുകളൊക്കെ. ശരിക്കും പറയാൻ വെച്ചാൽ നമ്മള് ടണലാണ്ട് കഴിഞ്ഞില്ലേ?
ടണലാണ്ട് കഴിഞ്ഞപ്പോൾ ജാതി ഫീലാട്ടാ. ഇന്നലെ രാത്രി മഴ പെയ്താരനാണ്, പക്ഷെ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയിട്ട് ജാതി ഫീലാ സൈക്കിൾ ഓടിക്കുമ്പോൾ. അങ്ങോട്ട് എത്തണം എന്നുള്ള ചിന്ത മാത്രമായി ഇപ്പോൾ. നോക്കിയ വ്യൂ ഒക്കെ എന്നെയും കണ്ടില്ല, എൻ്റെ വ്യൂ കണ്ടില്ല വെള്ളത്തിനായി. നല്ല കുത്തി വെച്ചിട്ട് വെള്ളം ഒഴുകണം. നോക്കി നേരത്തെ തൊട്ട് സൈഡിൽ കൂടെ പോയിരുന്നേ, ക്യാമറ പിടിക്കാൻ പറ്റില്ല, നിൽക്കുമ്പോൾ തന്നെ പേടിയാവും. അതിൽ ഓറിയോളും കാറുകളൊക്കെ പോകുമ്പോഴേ. അപ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല, വെറുതെ പണി കാളും വെറുതെ എന്തിനാ. മറ്റേ ചെസ്റ്റ് മൗണ്ട് ഉണ്ടല്ലേ, അതെടുത്ത് വെക്കാൻ മറന്നിരിക്കുന്നു അതിൻ്റെ കാര്യം. അതുള്ളത് അതാകുമ്പോൾ ശരിക്കും ക്യാമറ പിടിക്കും വേണ്ടല്ലോ, കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ചെയ്യുമല്ലോ. ഇനി അങ്ങനത്തെ വഴി വരുമ്പോൾ സാധനം എടുത്തിടാ നല്ലത്. നോക്കി തോരം വെള്ളം വരണേ, കുത്തി ഒളിച്ചിട്ട് വരണോ വരണേ. ഇന്നലെ നോക്കിയപ്പോൾ പറഞ്ഞിടന്ന് 3 ദിവസം മഴയാന്നൊക്കെയാണ് പറഞ്ഞിടന്നു, പക്ഷേ മഴയൊന്നും കാണാനില്ല. കാര്യമുണ്ട്, കാണാം. മതി ആ മല റേറ്റും തുമ്പത്ത് കുറച്ച് വീടുകൾ കണ്ട കയറി പോകാനൊക്കെ സമയങ്ങൾ നോക്കി. ഇവിടെ ഫുള്ള് വീടിന് 5 വിലയാ. വ്യൂ കണ്ടില്ലേ എന്ത് ഭംഗിയാക്കി. രാത്രി നമ്മളേ ഇവിടെ ജാതി രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, മലയമ്മ അവിടെ ഇവിടെയൊക്കെ ഓരോ മിന്നമിന്നോട് നിൽക്കണ പോലെ അവിടെ ഇവിടെയൊക്കെ ആകെ ലൈറ്റ് ആവും. ഇന്നലെയാണ് ഞാൻ കണ്ടെന്നല്ല അവിടെ 2 അടിച്ച് പറഞ്ഞാൽ കാണാൻ പറ്റിയത്. ഇന്നത്തെ 2 അടിക്കുന്ന എവിടെയാണ് അപ്പോൾ കണ്ടറിയേണ്ടി വരും. റാമ്പൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കണത്. റാമ്പനല്ലേ RAMBA റാമ്പൻ. അയ്യോ കേട്ട മക്കളുള്ള കാര്യം പറയാലോ. ഇനി ആ കയറ്റം കയറിയിട്ട് അങ്ങനെ പോകണം. അത് റൗണ്ട് അടിച്ചിട്ട് എങ്ങോട്ടാ പോകണമെന്ന് എനിക്ക് അറിയില്ല. ആ വന്ന കയറ്റം നോക്കിയേ, ആ അറ്റത്തുനിന്നപ്പോൾ കയറിയോ എന്നുള്ളത്. അയ്യോ ചവിട്ടാൻ പറ്റുന്നുണ്ട്, വേറെ കുഴപ്പമില്ല. പക്ഷേ ലോഡും ഒക്കെ കൂടി നമ്മളേ താങ്ങണില്ല. എന്താ ചെയ്യാല്ലേ. നോക്കിയേ സ്ഥലം. ഇവിടെയൊക്കെ മുന്നേ ഉരുൾപൊട്ടലുണ്ടായിട്ട് പണികൾ നടന്നുകൊടുക്കുക. ആ സൈഡൊക്കെ ഉണ്ടോ ഫുള്ള് ഉരുൾപൊട്ടിയിട്ട് മുകളിൽ നിന്ന് ഫുള്ള് ഇടിഞ്ഞു പൊളിഞ്ഞു വീണുള്ള. അയ്യോ ഓരോ വളവ് തിരിഞ്ഞ് വരിക നിർത്തുക, അല്ലാണ്ട് നടക്കുന്നില്ല. ഒറ്റടി കയറി പോയത് മറ്റേ ആരാന്ന് പറയിപ്പോൾ വേണ്ട ആളുടെ പേര് പറഞ്ഞപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായാലോ. അങ്ങനെ ചവിട്ടാൻ നോക്കട്ടെ മക്കളെ. ഞാൻ ആദ്യം ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് സൈക്കിൾ ഓടിയിട്ട് ആ അമ്പലത്തിന് അവിടെ എത്തിയിട്ട് അപ്പോൾ ഒരാൾ വന്നിട്ട് വിളിച്ചു കൊടുക്കുക, ചായ കുടിക്കാറുണ്ട് വിളിച്ചു കൊടുക്കുക. ഈ ചായക്കട നോക്ക്, T1 എന്ന് പറഞ്ഞ ടണലുണ്ട്, അതിൻ്റെ തൊട്ടടിയില വരണേ കട. പിന്നെ ഫ്രണ്ടിക്കുള്ള വ്യൂ ഒന്ന് നോക്കിയേ. ചായ കുടിക്കണം ഇതിലേ, ഇതേപോലത്തെ ഒരു ചായക്കടയിൽ ഇരുന്ന് ചായ കുടിക്കണം. എന്തിട്ടോ വ്യൂ ഇല്ലേ നോക്കി ചായക്കട എന്നുള്ളത്. ചായക്കടയിൽ താളെ കാണിച്ചു തരട്ടെ. तुम्हारा घर इधर ही है? साथ में सफेद वाला मकान। हाँ ऊपर है। ओके ये फोटो ले लो ये। हाँ ओके। मोदी जी भी यहाँ पर है, सब है। हाँ ओके। हमारे राष्ट्रपति जी। हाँ राष्ट्रपति, हाँ रेणुका क्या नाम? द्रौपदी मुर्मू। हाँ राष्ट्रपति। हाँ ओके। अमित शाह। हाँ ओके। मोदी। हाँ भीम सिंह। हाँ सर भीम सिंह इस दुनिया में नहीं है। हाँ ओके। साइकिल वाला निशान था उसको। हाँ अपना झंडा नीला। हाँ दंड नीला സൈക്കിൾ ഓക്കെ. ആ ഉണ്ട്. അപ്പോൾ ആൾ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ പിന്നെ അടുത്ത പരിപാടി നോക്കണം ചെയ്യും അതുകൊണ്ടല്ലേ. ഇനിയിപ്പോൾ വീണ്ടും ഇവിടെ നിന്ന് തള്ളിക്കൊണ്ട് അവിടെ വരെ എത്തി. ഇങ്ങനെ ചുറ്റി കയറണമെന്ന് പറഞ്ഞേ, എന്താ ചെയ്യാനേ. അപ്പോൾ ശരി. എൻ്റെ പൊന്നോ ചത്തില്ല ഇന്നലക്കാട്ടാ. എന്തിട്ട് കയറ്റത് നോക്കിയേ. നേരത്തെ ഞാൻ പുഴ കാണിക്കുമ്പോൾ ഓർമ്മയുണ്ട് അടിയിലായിരുന്നു. ഇപ്പോൾ നോക്കിയേ എത്ര ഹൈറ്റിലേക്കോ എന്നുള്ളത്. ആ കയറ്റം മൊത്തം ചവിട്ടി കയറി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ കയറ്റം കയറിയപ്പോൾ ചെറിയൊരു സ്ലോപ്പ് പോലെ തോന്നുന്നുണ്ട്. സ്ലോപ്പ് കിട്ടിയ ബാക്കി മക്കളെ. ഒരു കടയില്ല, ഒന്നുമില്ല. ഫോണിലും ചാർജ് കഴിഞ്ഞു, പവർ ബാങ്കിലും ചാർജ് കഴിഞ്ഞു. സീന ക്യാമറയിൽ പിന്നെ ഒരു ബാറ്ററി കൂടി ബാക്കി ഉണ്ടെന്നുണ്ട്. എളുപ്പമില്ലാട്ടാ, ചൂടായി തുടങ്ങി. ഓരോ തിരികെ നിൽക്കുക. നിലയ്ക്ക് ഞാൻ കുറച്ച് മണി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ പോയി ഞങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. അറക്കായ ഭാഗ്യം. നോക്കി എന്തുമില്ല കൊക്കി സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ പേടിയാവുക. അങ്ങനെ ഉറക്കം വന്നിട്ട് കോട്ടുവായിട്ടില്ലേ, കോട്ടുവായിടുമ്പോൾ ഫുള്ള് ബ്ലാക്ക് ഔട്ട് കിട്ടുക. അപ്പോൾ കോട്ടുവായ വരാറാകുമ്പോൾ ഞാൻ നേരെ അപ്പുറം സൈഡിലേക്ക് എടുക്കും. അപ്പോൾ ഇത് 1 വേ എന്ന് പറഞ്ഞിട്ട് വരില്ല, അപ്പുറത്തോടെ ഒക്കെ വണ്ടി വരുന്നുണ്ട്. ആ സീന് നോക്കി നേരെ കൊക്കയാട്ടാ. വീണ് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞ് പറ്റിക്കില്ല. അയ്യോ
വ്യൂ കിട്ടുന്ന സ്ഥലം. സ്റ്റാൻഡ് വീണ്ടും സീനായിട്ട്, സ്റ്റാൻഡ് മൊത്തം ലൂസായി. കഴിഞ്ഞിട്ടിട്ട് കാര്യമില്ല, കയറ്റത്തല്ലേ ലോട്ട് പിടിക്കാന്നായിട്ട്. ഓ വീടത് വീടാണ് പണ്ട് കിടക്കണ അവിടെയാണ്. നോക്കി മക്കളെ, ഇതാണ് വ്യൂ. ഹോഷു തല ഇറങ്ങി കുറച്ച് ബാക്കി ഇറങ്ങിട്ടെ. നോക്കിയടിക്ക് ഇത്ര മോളിക്ക് ചവിട്ടി കയറി. ഓ സമ്മതിക്കണല്ലേ ശരിക്കും തന്നെ, ഇത്രക്ക് ചവിട്ടി കയറ്റിയില്ലേ. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ട ആ മോളിക്കുള്ള കയറ്റം കണ്ട, ഇത് ചവിട്ടി തുടങ്ങുമ്പോൾ നമ്മൾ മോളിക്ക് നോക്കാൻ പാടില്ല. മോളിക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഓ കൊണ്ടാറോ എത്ര ചവിട്ടണം വിചാരിക്കും. അപ്പോൾ നേരെ കുറച്ചിങ്ങനെ അടിക്ക് നോക്കുകയാണ് ചവിട്ട്. അവിടെ വന്നപ്പോൾ ഇവിടുത്തെ ചേട്ടൻ വന്നിട്ട് ഫുഡൊക്കെ വന്നിട്ടുണ്ട്. റെസ്റ്റ് എടുക്കാൻ സ്ഥലമില്ലാണ്ടിരിക്കുകയായിരുന്നു. അരെ ബൈ ഹായ്. മക്കളെ ഒന്നും പറയണ്ട, ഇന്ന് ഇത്ര ദൂരം നടന്നിട്ട് അവിടുന്ന് കയറിയിട്ട് 30 കിലോമീറ്റർ വന്നിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് വലിയൊരു കയറ്റം, അവിടെ വലിയൊരു കയറ്റം കയറി പോകണം. ഇവിടെയൊക്കെ ഫുള്ള് മിലിറ്ററിക്കാരെ വണ്ടിയോളാം വേണ്ടിയിട്ട്. നല്ല തിരക്കാം. ഞാൻ അവിടെ എത്ര നേരം കെടുക്കായിരുന്നു. അതിൻ്റെ ബാക്കിൽ പോയിട്ട് ചേട്ടൻ ഒരു ഫുഡൊക്കെ വന്നു. അവരുടെ പണിക്കാരൻ മറ്റേ ടണലിൻ്റെ പണിക്കാരൊക്കെ ഇല്ലേ, ഇവരുടെ ക്യാമ്പാണ്. അങ്ങനെ അവരുടെ അവിടെ കിടക്കാറുണ്ടല്ല. ഞാൻ അവിടെ വന്നിട്ട് കിടന്ന ഈ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇവിടുന്ന് നല്ല എണീറ്റ് പോകാൻ നോക്കണം. വലിയ അവിടെ ബാക്കിൽ കണ്ട, ബാക്കിൽ വലിയൊരു കയറ്റം, ആ കയറ്റം മൊത്തം കയറണം. ഇനി അങ്ങനെ മക്കളൊക്കെ പറയണ്ട. ബിനിയാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇനി 25-20 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ എത്തുന്നു തോന്നുന്നില്ല. ഇത്ര ദൂരം ചവിട്ടിട്ട് ആകെ 30 കിലോമീറ്ററിൻ്റെ അടുത്ത് എത്തിയത്. സീനാണ്, നോക്കട്ടെന്നായിരുന്നു. മക്കളെ ഇതുവരെ നിർത്തിയിട്ടില്ല അടങ്ങ്. എത്ര നേരമായി നിർത്തി തുടങ്ങിയിട്ട്. എന്തായാലും ഇത്ര ഇതല്ല, ഈ കയറ്റം മൊത്തം ഞാൻ കയറ്റി ചവിട്ടിട്ട് നിർത്തുള്ളൂ. എന്തായാലും ഇന്ന് പറ്റില്ല എന്തായാലും ചിലപ്പോൾ. പക്ഷേ ഒരു വാശി ഇത് കയറ്റണമെന്ന്. ഇത്ര ദൂരം വന്നല്ല ഇനിയിപ്പോൾ എന്തായാലും. കണ്ട രണ്ടാമത്തെ ടണൽ എത്തിയിട്ടിപ്പോൾ. അവിടുന്ന് പീറാന്ന് അങ്ങനെ എന്താ പറഞ്ഞ സ്ഥലത്ത് ഞാൻ തുടങ്ങിയത്. അവിടുന്ന് തുടങ്ങിയ വഴിക്കൊരു ടണലുണ്ടായിരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ടണലാ. ഇത്ര നേരമായിട്ട് ആകെ 1 മണിക്കൂറാണ് മര്യാദയ്ക്കൊന്ന് മര്യാദയ്ക്കെന്ന് പറയാനല്ലേ റെസ്റ്റ് എടുത്തത്. അവിടെ നേരത്തെ ഭക്ഷണം കഴിക്കുന്ന അവിടെ വെച്ചിട്ട് രണ്ടാമത്തെ ടണല് കണ്ടില്ലേ. അയ്യോ ഇത് ഫുള്ള് ഇരുട്ടാണ്. ഭയങ്കര സീനിട്ടാണല്ല. ബാക്കിൽ നിന്നൊന്നും ഇടിക്കും ചിലപ്പോ. ലൈറ്റും ഇല്ല ഇവിടെ. സീന ഉള്ളു പൊട്ടിയിട്ട് 5 കളി നോക്കിയേ. ബാക്കിൽ നിന്ന് വന്നടിക്കാണ്ടിരുന്ന മതി ആരും. ഇറുകാണോ അതിനുള്ളിൽ, അതാ പേടി. കാണലത് വേഗത്തിനുള്ളിൽ ഇത് പുറത്തേക്ക് കിടക്കാലങ്ങളേ. വണ്ടി ഒന്നും ഇടിക്കും ഉറപ്പാ. നോക്കിയേ ഉള്ളു പൊട്ടിയതിനുള്ളിൽ ഒരു രക്ഷയില്ലാത്ത പൊടിയെന്ന് പറയും. ബാക്കിൽ വണ്ടികൾ വരുന്നില്ല, വേഗം കിടക്കാം അല്ലെങ്കിൽ പ്രശ്നമാവും. അവരും ശ്രദ്ധിക്കില്ല. ഞാൻ ഈ പൊടിയുടെ ഉള്ളിൽ കൂടെ ഞാൻ ഈ സൈഡിൽ കിടന്ന് കടങ്ങി കഴിഞ്ഞാൽ അവർ ഈ സൈഡിൽ കമ്പിയും കൂടെ ചേർത്തിട്ട് കൊണ്ടുവന്നെ കണ്ട്. അപ്പോൾ കഴിഞ്ഞു തോന്നുന്നുണ്ട്. ആ കഴിഞ്ഞു എന്ത് പൊടിയത്തുള്ളേ. അവിടെ തൊഴിലുറപ്പാറ് അവിടെ നിന്ന് അടുപ്പിച്ചാൽ മതി. ബാക്കിൽ വണ്ടി വരും, വേഗം കിടക്കട്ടെ പുറത്തേക്ക്. പുറത്തേക്ക് എത്തി വെളിച്ചം കണ്ടു. ഓ ഇത് കയറ്റാൻ തോന്നുന്നുണ്ട് കേട്ടാ. നല്ല കയറ്റാൻ തോന്നുന്നു. ആ മക്കളെ കയറ്റാം കേട്ടാ.
जहाँ से चढ़ाई ज़्यादा वहाँ से ऐसे घूम के गुफा में उधर ആ ഓക്കെ അതിൽ കൂടിയും പോവാ ഇതിൽ കൂടിയും പോവാന്ന് പറഞ്ഞേ ഞാൻ തള്ളിക്കയറ്റ തൽക്കാലം തള്ളിക്കയറ്റാ നല്ലത് അങ്ങനെ രണ്ടാമത്തെ റണ്ണിലെത്തിയിട്ടാ ഒന്ന് ഇതാ ബാക്കിലാവുന്നു രണ്ടാമത്തെ അയ്യോ ചെറുപ്പല്ലാട്ടാ പിന്നെ പൊടിയാ ഞങ്ങൾ കുറവാ പൊടി വേഗം പഠിപ്പിച്ചൂടാ രണ്ട് ടണ്ണായി ഇപ്പോൾ പോവാ ഓ ശ്വാസം വലിക്കാൻ വേണ്ടിയില്ല അത്രയ്ക്കധികം പൊടിയുണ്ട് പൊടി ആ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ കുറച്ച് വിചാരിച്ചു രണ്ട് കണക്ക് തന്നെയാണ് മുഴക്കതിനുള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മറ്റേ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ പോലെ ഉണ്ട് മുഖത്തൊക്കെ പൊടിയായിട്ട് ഓ ലൈറ്റ് വെച്ചിട്ടില്ല ഇവർ ലൈറ്റ് ഉണ്ടെന്നുകൊണ്ട് പൊടി കാരണം കാണാത്തത് കൊണ്ടിട്ടാ സൈക്കിൾ ലൈറ്റ് അറക്കം അത് കാരണം കുഴപ്പമില്ല ചവിട്ടണ്ട ഓണടിച്ചിട്ടൊക്കെ വരുന്നുണ്ട് ബാക്കിൽ കൂടെ വണ്ടി ബ്രേക്ക് പിടിച്ചാ പേടിച്ചു വെച്ചേ എങ്ങനെ ബ്രേക്ക് പിടിക്കണേ എന്ത് സൗണ്ട് അല്ല എൻ്റെ ബ്രേക്കിൽ ഇവിടേക്കാ സൗണ്ട് ചെയ്യുന്നുണ്ടോ रुकलाटा अरे भाई നോക്കിയല്ലേ എളുപ്പമല്ല മക്കളെ അതിനുള്ളിൽ നിന്ന് പറഞ്ഞു കിട്ടിയത് ഓരോ സ്ഥലങ്ങൾ നോക്ക് സത്യം പറഞ്ഞ ജീവമാണ് വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കുന്നത് അവിടെ ഒരു കയറ്റുണ്ട് കുറച്ചേരം ക്യാമറ ഒക്കെ എടുത്തേക്കല്ലേ സീനാ ഇനി കണ്ടില്ലേ നല്ല കുത്തനുള്ള ഇറക്കൊക്കെയാ ചിലപ്പോൾ കെട്ടി പറഞ്ഞ് വീഴുമ്പോൾ തൊപ്പിയൊക്കെ പോയി ഇടുന്നു സമയം 12 ഒരു കടഞ്ഞ ഒരു തേങ്ങയും കാണാനില്ല അങ്ങനെ ആകെ കിട്ടിയതാണ് സൈക്കിളൊക്കെ അവിടെ വെച്ചു ഇവിടെ വന്നപ്പോൾ ചെറിയ ഷെഡ് പോലത്തെ കണ്ടു അവിടെ നിന്ന് ഒരു ചായ മാത്രമുണ്ട് പിന്നെ മറ്റേ രാജാമി റൈസ് ഇല്ലേ അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല അപ്പോൾ അവിടെ നിന്ന് ചായ കുടിച്ചു അത് ഇത് മാത്രമല്ല ഫുള്ള് ഇതേപോലത്തെ കുറേ ഇതുണ്ടാവും അങ്ങനെ ചെറുതായിട്ട് വേറെ ഒന്നുമില്ല ഇനിയിപ്പോൾ ഇവിടുന്ന് 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ടൗൺ ഇട്ട് പറഞ്ഞ ബിനിയാല അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇനി മെല്ലെ പോവാൻ നോക്കാം ഇന്ന് പരിപാടിയൊന്നും ഇല്ല ചവിട്ടലേ മാത്രം വേറെ ഒന്നുമില്ല ഇന്നെന്തായാലും ബിനിയാല അങ്ങനെ എന്താ പറഞ്ഞുള്ള സ്ഥലമുണ്ട് അവിടെ നിന്ന് 15 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക് എന്തായാലും എത്തില്ല അങ്ങനെ നേരെ ഈ റോഡ് കണ്ടില്ലേ ഈ റോഡ് ഇങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ കയറി പോകണമെങ്കിൽ ഇവിടെ ഒരു പുഴയൊക്കെ ഉണ്ട് കണ്ടില്ലേ എന്തായാലും പോസ്റ്റാ വേറെ ഭാഗമൊന്നുമില്ല അങ്ങനെ ഞാൻ ഇവിടുത്തെ
കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. ആൾക്കാർ നിൽക്കണ്ടായിരുന്നു. അവരോട് വന്നിട്ട് ചോദിച്ചു ഞാൻ അവിടെ ടെൻ്റ് അടിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു പാർക്കിംഗ് ആണ്, ഈ പാർക്കിങ്ങിക്ക് വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലൊക്കെ അടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇതിനുള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഉണ്ടോ. ഞാൻ വന്ന് ഇതിനുള്ളിൽ ടെൻ്റ് അടിച്ചു. അങ്ങനെ അയാളോട് ഞാൻ പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിച്ചതിന് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെറുതെ പുഴ കാണാൻ വേണ്ടിയിട്ട് ആ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, കണ്ടില്ലേ സൈഡിലൊരു വഴി. സൈഡിലേക്ക് പോയി പടിയിൽ നിന്നൊക്കെ മിലിറ്ററിക്കാർ വിളിച്ചിട്ട് ചൂടായി തുടങ്ങി. അപ്പോൾ ഞാൻ ബാഗ് ഉള്ളിൽ കയറിയിരുന്നു. വെറുതെ നമ്മൾ പ്രശ്നം. അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ, പറയണ്ട. അപ്പോൾ ഇന്നത്തെ സേ ഇതിൻ്റെ ഉള്ളിലായി നല്ല ഉണ്ടല്ലേ. ഇതൊക്കെ കെട്ടിയുള്ളതാണ്ട്, അതൊക്കെ നിറഞ്ഞിട്ട് പൊളിഞ്ഞു വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയുള്ളതെന്ന് പറഞ്ഞാൽ ചോദിച്ചപ്പോൾ. അങ്ങനെയാണ് കാര്യങ്ങൾ. അശു ചെറുതായിട്ട് തണവൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ ടെൻ്റ് അടിച്ചു. അപ്പോൾ ശരി കേട്ടാ, ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി റെസ്റ്റ് എടുക്കണം. ഇനി നാളെ ഈ ബനിയാല അങ്ങനെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് പെറ്റാഞ്ച റൂം എടുത്ത് സ്റ്റേ ചെയ്യണം. വയ്യ നല്ല ക്ഷീണമുണ്ട്, നല്ല കയറ്റായിരുന്നു. ഈ വീഡിയോയിലൊന്നും കാണുന്ന പോലെ കയറ്റത്ത് ക്യാമറ പിടിക്കാൻ പോലും പറ്റില്ല, അമ്മ അതിൽ കയറ്റാ ഊപ്പാടാണ് ഇങ്ങനെ ചവിട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇന്ന് തീരെ റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. ആകെ ഒരു മണിക്കൂറൊക്കെ, അതും കുറച്ച് നേരം കെടുക്കും. അപ്പോഴേക്കും എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ എനിക്കും ആകെ തൊഴിലക്കേടായിരുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ, പറയണ്ട. എന്താ ചെയ്യാടെ. ഇപ്പോൾ നാളെ പോണ സ്ഥലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തിരക്ക് കുറയുന്ന പറഞ്ഞു. പിന്നെ തിരക്കല്ല, റോഡ് കുറച്ചും കൂടി നല്ലതെന്ന് പറഞ്ഞു. ഇത് ആകെ ഒരു വൃത്തിയായിട്ട റോഡും ഒക്കെ കൊണ്ട് മൊത്തത്തിൽ എളുപ്പമല്ല. അപ്പോൾ ശരി മക്കളെ, ഓക്കെ. ഇന്ന് വേറെ പാടുന്നുണ്ട് ഭക്ഷണം. ഈ ചേട്ടനാണ്. അരെ ഭായ് നാം ക്യാ ഹൈ? രാജു. നാം ക്യാ ഹൈ? രാക്കി. हाँ हाय अजय रोहित शर्मा रोहित शर्मा ഇവരുടെ ഇവര് ഫോണില് മറ്റേ ബാർബർ ഷോപ്പ് ഫോൺ ചാർജ് ചെയ്യാൻ കൊണ്ടുവച്ചതാ. ഒരു തണ്ട് അപ്പോൾ ഫുഡ് ഉണ്ട് പറഞ്ഞിട്ട് ഫുഡ് ഒരു റൂമിലേക്ക് വന്ന് വിളിച്ചിട്ട് ഫുഡൊക്കെ തന്നു. അങ്ങനെ ശരി മക്കളെ, ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോവാണ്.